തോമസ് ലിബ്രവറെ കഴിഞ്ഞ 40 വർഷം കർത്താവിൻ്റെ കൂടെ നടക്കാനുള്ള സൗഭാഗ്യം തോമസ് ലിബ്രവറിന് കർത്താവ് നൽകി. അടുത്തൊരു ഘട്ടത്തിലേക്ക് 40 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് ഒരു പ്രവേശനം കൂടെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തോമസ് ലിബ്രവർ മറ്റാരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ. എൻ്റെയും എനിക്കും അനിക്കും റോണക്കിനും സാറായിക്കും രോഹിത്തിനും റോഷനായും ഞങ്ങളുടെ മുഴുവൻ കുടുംബവും സച്ചിനും വളരെ അനുഗ്രഹം. യു ആർ സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ അസ് ആസ് എ ഫാമിലി. എന്നെ പല പ്രാവശ്യവും തിരുത്തുമ്പോഴും ആ തിരുത്തൽ ഞാൻ നന്നാകാനാണ് പരിപൂർണ ബോധ്യത്തോടെ ഞാൻ ഒന്നിലധികം പ്രാവശ്യം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ തിരുത്തിയതുപോലെ മുന്നോട്ടും തിരുത്തണം. ഞാൻ തകർന്നിരിക്കുമ്പം തങ്കുബ്രദറിന് വലിയൊരു വിളിയുണ്ടെന്ന് പറഞ്ഞ ദിവസം ഇന്നലെ പോലെ ഞാൻ ഓർക്കും. എൻ്റെ ഓഫീസിൽ കയറി വന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് തോമസ് കുട്ടി ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ജീവനോട് ഇരുന്നിട്ട് വേണ്ട വിളി? തോമസ് കുട്ടി ബ്രദർ കൈക്ക് പിടിച്ചിട്ട്, പറയരുത് അങ്ങനെ, വലിയ വിളിയാവുള്ളേ. ഞങ്ങളുടെ കുടുംബത്തിലും അനിശ്ചിതത്വങ്ങളും ഹൃദയം തകർന്നിരുന്നപ്പോഴും മീന സഹോദരിയും തോമസ് കുട്ടി ബ്രദറും മുറിവ് കെട്ടാൻ ഓടിയെത്തി. ഇതെല്ലാം പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ ഇരുന്ന് പറഞ്ഞാൽ പോലും തീരത്തില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് വേറെ ആർക്കും അറിയാൻ മേല തോമസ് കുട്ടി ബ്രദർ ഒരിക്കലായി എന്നേക്കുമായി എനിക്ക് വേണ്ടി ഒരു ലോട്ടറി ടിക്കറ്റ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്തു. നമ്മൾ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുവാൻ ഞാൻ തോമസ് കുട്ടി ബ്രദറിനോട് പറഞ്ഞു, നിൽക്കാൻ പറ്റുന്നില്ല, എല്ലാം തകരുക. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. ആ ലോട്ടറി കിട്ടിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന പരിപൂർണ മഹത്വം യേശുവിന് തന്നെ വേണം. എനിക്കറിയാം എൻ്റെ പല പ്രവൃത്തി കാരണം, എൻ്റെ സ്പീഡ് കൂടുതൽ കാരണം, ചിലപ്പം എൻ്റെ വാക്കുകൾ കാരണം, തോമസ് കുട്ടി ബ്രദറിന് മുറിവേറ്റുകൾ കാരണം. പക്ഷേ ആ മുറിവുകളൊന്നും കാണിക്കാതെ എന്നെ മാറോട് ചേർത്ത് ആ ചേർത്ത് പിടിച്ച സ്നേഹം യേശുവായിരുന്നു എന്ന് എനിക്ക് ധൈര്യമായി പറയാൻ പറ്റും. കാരണം എന്നെ പോലെ ഒരാളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമാണ്. എടുത്തുചാട്ടം, വായെന്ന് വരുന്ന വർത്താനം, പത്രോസിനെ പോലെ. പക്ഷെ പത്രോസിന്റെ കൂടെ ഒരു യോഹന്നാനെ പോലെ തോമസ് കുട്ടി ബ്രദർ പിടിച്ചു നടത്തി. ഈ 40 വർഷം കർത്താവിൻ്റെ മരണത്തിൽ മാത്രമല്ല. ഇന്ന് രാവിലെ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു, കർത്താവിൻ്റെ കൂടെ മരിച്ചിട്ട് 40 വർഷം. മരിച്ചിട്ടല്ല, മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളിയായിട്ട് 40 വർഷം. സ്വർഗീയ സ്ഥലത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷം. സ്വർഗസ്ഥലത്ത് ഇരുന്ന് ഭരണം നടത്താൻ തുടങ്ങിയിട്ട് 40 വർഷം.
ഇനിയും അടുത്തൊരു സീസൺ എല്ലാ കാര്യത്തിലും ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇടയ്ക്കൊക്കെ എനിക്ക് കീഴ്ക്ക് തരണം കേട്ടോ. ഇടയ്ക്കൊക്കെ എൻ്റെ ചെവിക്ക് പിടിച്ച് നേരെയാക്കണം. കുറച്ചുകൂടെ നേരെയാകാനുണ്ട്. നേരെ ആയിക്കൊണ്ടിരിക്കണം. പ്രതിബിംബിക്കുന്ന കണ്ണാടി പോലെയാണ്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ പ്രതിബിംബിക്കുന്ന കണ്ണാടി. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ഞങ്ങൾ ഇരുവരെയും അങ്ങ് കണ്ടു. സമയമായപ്പം ഇരുവരെയും 2 സ്ഥാനങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി ഞങ്ങളെ നിർത്തി. അടുത്ത ഘട്ടം തോമസ് ബ്രദറിൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. പല നിലയിലും എൻ്റെ മകനെ ഇനിയും ശക്തമായി ഉപയോഗിക്കണം. തലമുറകളുടെ നന്മയും കുടുംബജീവിതവും ആ ഭവനം ഒരു വെളിച്ചമായി നിൽക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിലാകുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബമായി അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ചെറുതിൻ്റെ കീഴിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ACVയിലും എല്ലാവരും ഞങ്ങളെയൊക്കെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കണം. ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വലിയ ആവശ്യമാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും തോമസ് ബ്രദറും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇനിയും അനുഗ്രഹമാക്കുവാൻ, രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കുവാൻ. God bless you. എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്തേലും നിങ്ങൾ കാണുന്നെങ്കിൽ പല അനിച്ച വെള്ളത്തിൽ ചാടിയൊരു പൂച്ചയാണ് ഞാൻ. തങ്കു ബ്രദർ ഇന്നലെ ഇരുന്ന് പറഞ്ഞു ഞാൻ ചിലതൊക്കെ തിരുത്തിയെന്ന്. ഞാനൊരിക്കൽ കുഞ്ഞവറാച്ചായൻ്റെ അടുക്കൽ ഞാൻ വാകത്താനം ചർച്ച് ഓഫ് ഗോഡിൽ പാസ്റ്ററായിരുന്നപ്പോൾ അവിടെ ഒരു കുടുംബം ഒത്തിരി വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി. ഞാനന്ന് എമർലി ഫീസ്റ്റ് ഉണ്ട്. ഞാൻ എമർലി ഫീസ്റ്റിൽ പോകുന്നതിനോ അപ്പോൾ അവിടെ ഉണർവായി, എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഒരു കുടുംബം ഒത്തിരി ഭാരത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഞാൻ കുഞ്ഞറാച്ചായൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കുഞ്ഞറാച്ചായ എന്നാൽ അവർ ഇങ്ങനെ ചെയ്യുന്നല്ലോ, ഞാനൊന്നും അവരോടൊരു ദോഷം ചെയ്തില്ല. ഞാൻ അത് സഹോദരൻ്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞറാച്ചായ ഞാൻ എന്നാ ചെയ്തു, ഞാൻ അവരോട് വല്ലതും ചെയ്തു. അത് അവരെ ആ കുറവുകളോടുകൂടെ ഉൾക്കൊള്ളാനുള്ള ഹൃദയം സഹോദരന് വലുതാകാഞ്ഞിട്ടല്ലേ ഇത്. അപ്പോൾ കുഴപ്പം ആരുടെയായി? നമ്മുടെ. അപ്പം അങ്ങനെ തിരുത്തുന്നവർ എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ചില പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായപ്പോൾ സഭാ രാഷ്ട്രീയത്തിലൊക്കെ ഞാൻ പെട്ടുപോകേണ്ട സ്ഥാനത്ത് ഒരു ദൈവദാസനെതിരെ പല കാര്യങ്ങളും ഞാനും പോയി ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഒരു കത്ത് വരെ എഴുതിപ്പിച്ച ഒരാൾ അവിടെ ഇരിക്കുന്നു. എന്നാൽ എന്നെ ചെവിക്ക് പിടിക്കാൻ നീനയുടെ പപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അടുത്തിരുത്തിക്കൊണ്ട് പറയട്ടെ, എൻ്റെ ഈ ജീവിതയാത്രയിൽ ഇത് ഇങ്ങനെ ഒരാളെ കിട്ടിയതാണ് എനിക്ക് അനുഗ്രഹമായത്. ഇപ്പം എന്നെ ചെവിക്ക് പിടിക്കാൻ ആകെ ഒരാളുള്ളത് പിടിച്ചപ്പോൾ. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് കണ്ടു, ഒത്തിരി അനുഭവങ്ങളുണ്ടായി, ശുശ്രൂഷയിലുണ്ടായി, വീട്ടിലുണ്ടായി. നീനയുടെ ഭവനത്തിലും എല്ലാം ഉള്ളപ്പോഴും ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. ആ പപ്പ കുഞ്ഞിലെ യേശുവിനെ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഘട്ടത്തിലൊരു സഭാ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പോകുമ്പം കെസിയ എന്ന എന്നാ പ്രായം കാണും കെസിയായിക്ക്? ഒരു മൈക്കെടുത്തു ചേർത്ത് 2 വയസ്സ്. അപ്പം ചോള എടുത്തുകൊണ്ട് പോയി. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ശാപം ഉണ്ടല്ലോ, ഇനി സഭയെ കളിച്ചും കൂടെ ശാപം വരുത്തണമെന്ന് എന്നോട് ചോദിച്ചു. പപ്പായും കുഞ്ഞവറാച്ചായനും എന്നെ തിരുത്തി. ഞാൻ മുട്ടയിലിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പലർ മുഖേന ലഭിച്ച കൃപയാണ്. ആ PG മാത്യൂസ് പാസ്റ്റർ എന്നെ കൈ ചൂണ്ടി ഞങ്ങളുടെ തൊട്ടടുത്ത താമസിച്ചുണ്ട്, ഈ മകനെ തുടരണേ എന്ന് പ്രാർത്ഥിച്ചു. തങ്കപ്പച്ചായം വന്നു.
കുഞ്ഞവറാച്ചാൻ, കൂടാതെ എനിക്ക് ഒത്തിരി പേരോട് നീന എൻ്റെ മക്കൾ, അനുഗ്രഹിക്കപ്പെട്ട മക്കളെ തന്നു. എൻ്റെ സിബ്ലിങ്സ്, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ പഠിക്കാൻ നീ പൊക്കോ, ഞാൻ കാര്യം നോക്കിക്കോളാം എന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞാൻ MSc പോകുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം. അങ്ങനെ ഒത്തിരി ഒത്തിരി എൻ്റെ സഹോദരങ്ങളെല്ലാം കർത്താവിലായി. അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീനയുടെ മാതാപിതാക്കളെ, സഹോദരങ്ങൾ, അന്നും ഇന്നും എൻ്റെ ബന്ധുക്കളൊക്കെ ഒത്തിരി പേരുടെ കാര്യം പറയാനുണ്ട്. PG മാത്യൂസ് പാസ്റ്റർ കുഞ്ഞവറാച്ചാൻ, ഒത്തിരി പേര് ഇവിടം വരെ എത്തിയപ്പോൾ എനിക്ക് സ്തോത്രം, യാക്കോബ സഭ, അത് കഴിഞ്ഞ് മർത്തോമ സ്കൂളിൽ പഠിച്ചു, കത്തോലിക്ക കോളേജിൽ പഠിച്ചു. സ്തോത്രം, ഞാൻ സ്നാനപ്പെട്ടത് കാൺപൂർ IPCയിലാണ്. ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററായി. ടാബർനാക്കിൾ ബൈബിൾ കോളേജിൽ പഠിച്ചു. യൂണിയൻ ബിബിളിക്കൽ സെമിനാരി പൂനായിൽ സറാംപൂരിൻ്റെ പഠിച്ചു. അവരെല്ലാം തന്ന ഒത്തിരി കാര്യങ്ങളാണ്. എന്നെ പഠിപ്പിച്ച വാകത്താന സഭയിലിരുന്ന എൻ്റെ പാസ്റ്റേഴ്സ്. കഴിഞ്ഞ ദിവസം കാനവച്ചൻ മരിച്ചു. അദ്ദേഹം എനിക്ക് വലിയ അനുഗ്രഹം തന്നൊരു ദൈവദാസൻ. ഇന്ന് ജീവനോടിരിക്കുന്ന ഒത്തിരി പാസ്റ്റേഴ്സുണ്ട്, മറക്കാനൊക്കത്തില്ല. അപ്പോൾ പലർ മുഖേന ലഭിച്ച കൃപയാണ്. പപ്പ എന്നോട് പറഞ്ഞു, ഇങ്ങനെ തങ്കു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമുക്ക് അവിടം വരെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പപ്പായുടെ ബുള്ളറ്റിൽ കയറി തങ്കുബ്രദറിൻ്റെ വീട്ടിൽ ചെന്നു. തങ്കുബ്രദർ എന്നെ കണ്ടപ്പം, അയ്യോ ഞാൻ അച്ചായൻ്റെ മരുമോനാണോ, എന്നെ കൊണ്ടന്ന് പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ ആരും സാറിന് ചെയ്യാറില്ല. ഞാനത് ചെയ്യാൻ കാരണം കുഞ്ഞവറാച്ചാനും വരില്ല, ഇതൊന്നും ഞാൻ അവതരിപ്പിച്ചതല്ല. പാസ്റ്റർമാർ മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞവറാച്ചാൻ പറഞ്ഞു, അല്ല മോനെ, വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. അഗസ്റ്റിൻ ഗോമസ് പാസ്റ്റർ പറഞ്ഞു, വിശ്വസിക്കുന്നവർ ഭൂതത്തെ പുറത്താക്കും, പ്രത്യേക ആൾക്കാരല്ല. അപ്പോൾ ഇത് എവൻലി ഫീസ്റ്റ് ഓർക്കണം, ഇതെല്ലാം പലരെയും നമുക്ക് കിട്ടിയതാണ്. ഇന്ന് നമുക്ക് എന്ത് കിട്ടിയോ നമുക്കൊന്നും പ്രശംസിക്കാനില്ല, പലരിൽ കൂടെ നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ പകർലർ മുഖേന ലഭിച്ച ആ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് എന്ത് ചെയ്തു? സ്തോത്രം, ഞാൻ ഇറങ്ങി തങ്കുബ്രദറിൻ്റെ സ്കൂട്ടറിൽ കയറി. അപ്പം ഞങ്ങളിപ്പോഴും ആ സ്കൂട്ടറിൽ ഒന്നിച്ചിരിക്കുകയാണ്. ആ സ്കൂട്ടർ തങ്കുബ്രദറിൻ്റെ വീട്ടിൽ കയറുന്നിടത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അവിടെ നിന്ന് തങ്കുബ്രദറിൻ്റെ ദർശനങ്ങൾ എന്നോട് പറഞ്ഞു, എനിക്ക് സഭ തുടങ്ങാനൊന്നും പ്ലാനില്ല, പക്ഷെ എന്നെ വിടുവിച്ച് യേശു അനേകരെ വിടുവിക്കണം, എനിക്ക് സുവിശേഷം പറയണം. ഞാനും പറഞ്ഞു, ഞങ്ങൾക്കും അതേയുള്ള തങ്കുബ്രദറെ. അങ്ങനെ അടുത്ത ഞായറാഴ്ച പെൻഷൻ ഭവനിൽ ചെല്ലുന്നു, പ്രസംഗം തുടങ്ങി. അന്ന് തുടങ്ങിയതാ, ഇന്ന് വരെ തീർന്നിട്ടില്ല. അടുത്ത ലെവലിലേക്ക് പ്രയാണം പോകാൻ പോവാം.